ഞാൻ ആദ്യം തന്നെ എന്തായാലും ഒരു കാര്യം പറയാം. അവരുടെ അടുത്ത് ഞാൻ ഈ ഒരു പ്രശ്നത്തിന് ഞാൻ ഓൾറെഡി മാപ്പ് പറഞ്ഞതാണ്. ഇതിനുള്ളൊരു ഫൈനും നമ്മൾ കെട്ടിവെച്ചതാണ് എന്ന് പറഞ്ഞിട്ട് അത് ജസ്റ്റിഫൈ ചെയ്യല്ല. ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ളൊരു പാനിക് ഫ്രസ്ട്രേഷനിൽ പറ്റിപ്പോയൊരു അബദ്ധമാണ്. അപ്പം ഞാൻ ഒരിക്കലും ഇതിനെ ഓവറായിട്ട് ജസ്റ്റിഫൈ ചെയ്ത് എല്ലാവരും ഇങ്ങനെ ചെയ്യണമെന്നോ അതൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു എമർജൻസി സിറ്റുവേഷനിൽ പറ്റിപ്പോയിട്ടുള്ളൊരു അബദ്ധമാണ്. അപ്പോൾ അതിനുള്ള ഫൈനും ഞാൻ ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞു. ഈ പ്രശ്നവും സോൾവ് ആയിട്ടുള്ളതായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് 5ാമത്തെ ദിവസമാണ് വീഡിയോ വരുന്നുണ്ടായിരുന്നത്. അപ്പം ഞാനിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് സൈബർ ബുള്ളിങ് ആണ്. ഈ ഒരു കേസിനെ ഇവർ പലതുമായിട്ടും കോറിലേറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിട്ട വസ്ത്രവും അല്ലെങ്കിൽ എൻ്റെ ഒരു ഇതുമെല്ലാം വെച്ചിട്ട് അവർ ജഡ്ജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ് ഇപ്പം സ്ത്രീകൾ എന്ന് പറയുന്നത്. അപ്പം അവർക്ക് ഏത് സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും പ്രശ്നങ്ങൾ വരാം. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് ബസ്സിലെന്ന് സംഭവിച്ചത്? ഇത്രയും പ്രകോപനം ഉണ്ടാകാൻ എന്താ കാരണം? ബസ്സിൽ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു ഒന്ന് നിർത്തി തരാൻ വേണ്ടി. എവിടെ വെച്ചാ ബസ് കയറിയത്? ഞാൻ കോട്ടയ്ക്കൽ വെച്ചിട്ടാണ് ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോഴിക്കോടേക്കാണ് ടിക്കറ്റ് എടുത്തത്. ഞാൻ കോഴിക്കോട് ഇറങ്ങാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കൊരു എമർജൻസി സിറ്റുവേഷൻ വന്ന സമയത്ത് ഞാൻ അവരുടെ അടുത്ത് ഇവിടെ ഒന്ന് നിർത്തി തരുമെന്ന് ചോദിച്ചു. ലുലുവിൻ്റെ സൈഡിൽ നിർത്തി തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ലുലുവിൽ അവിടെ നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നാൽ മിംസിൻ്റെ അവിടെ നിർത്തി തരും, അതൊരു സ്റ്റോപ്പാണല്ലോ, അങ്ങനെ നിർത്തി തരാൻ പറ്റുമോ? അപ്പോഴും പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറ്റില്ലെന്ന് കുറേ പ്രാവശ്യം പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു ഇത് എമർജൻസി എക്സിറ്റ് യൂസ് ചെയ്യുക, അല്ലാണ്ട് വേറെ നിവർത്തിയില്ല എന്നുള്ള രീതിയിൽ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ എന്താന്ന് വെച്ചാൽ ആയിക്കോളൂ എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പം ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ പെട്ടെന്ന് ഞാൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കുകയായിരുന്നു, വേറെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ വേറൊരു സപ്പോർട്ട് ഇല്ലാത്തൊരു രീതിയിലാണ്. അപ്പം നമ്മുടെ മൈൻഡ് പെട്ടെന്ന് ട്രിഗറായിട്ട് എന്താണെന്നുള്ളൊരു ഇതിൽ സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അങ്ങനെയാണ്. എമർജൻസി സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടായതാണ്. അതായത് ഞാൻ ടോയ്ലറ്റ് പോകാനുള്ള എമർജൻസി. അപ്പോൾ ഇതിന് ഒരുപാട് ബാഡായിട്ടുള്ള കമൻസ് വന്നിട്ടുണ്ട്. വളരെ ബാഡായിട്ടുള്ള കമൻസാണ് വന്നിട്ടുള്ളത്. പക്ഷേ പ്രശ്നമല്ല, കാരണം ഇപ്പം എന്തായാലും എല്ലാ ആൾക്കാർക്കും എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതിയായിരിക്കും. ഓരോരുത്തരെ നമ്മൾ സിറ്റുവേഷൻ പോലും മനസ്സിലാക്കാണ്ട് പലതും പറയാൻ അവർക്ക് കിട്ടിയാൽ മതിയായിരിക്കും. അപ്പം ഞാൻ ആ ഒരു സിറ്റുവേഷൻ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. എനിക്ക് എമർജൻസി ആയിട്ടൊന്ന് ഇറങ്ങണമെന്നാണ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് ബസ്സിൽ തന്നെയുള്ള ഹാമർ എടുത്തിട്ട് ചില്ലടിച്ച് തകർക്കാം എന്ന് തോന്നാൻ എന്താ കാരണം? അത് അങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ വിചാരിച്ച് വന്നിട്ടുള്ളൊരു കാര്യമല്ല. ആ ഒരു മൊമെന്റിൽ സംഭവിച്ചു പോയിട്ടുള്ളതാണ്. ഒരിക്കലും ഓക്കെ എന്നത് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്നുണ്ടായതല്ല. എമർജൻസി ഡോർ തുറന്നിട്ട് പുറത്തേക്ക് പോവാന്നാണോ ഉദ്ദേശിച്ചത്? അങ്ങനെയാണ് ഞാൻ ആ ഒരു മൊമെന്റിൽ എന്താണ് നമ്മൾക്ക് ചെയ്യാന്നുള്ളൊരു പെട്ടെന്ന് ഐഡിയ കിട്ടാത്തതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ അങ്ങനെ ചെയ്തു പോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും ബസ് അവിടെ നിർത്തിയില്ല? ഇല്ല, നേരെ ടെർമിനലിലേക്കാണ് പോയതല്ലേ? KSRTC സ്റ്റാൻഡിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ വെച്ചിട്ട് പോലീസ് വന്നു. പോലീസിൻ്റെ അടുത്ത് ഞാൻ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പം പിന്നെ അവർ നടക്കാവ് സ്റ്റേഷനിലോട്ടേക്ക് പോയി. വീണ്ടും അത് മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലോട്ടേക്ക് പോയി. അവിടെ നിന്നാണ് നമ്മളിത് ഫൈനെല്ലാം അടച്ചിട്ടുണ്ടായിരുന്നത്. എത്ര രൂപ അടച്ചു? 28,000 രൂപ. 28,000 രൂപ അടച്ചിട്ടുണ്ട്. അതായത് ഈ ഗ്ലാസിന്റെ പൈസയും ഗ്ലാസ് തകർത്തതിന്റെയും ഇപ്പൊ ഈ ബസ് കട്ടപ്പനയിൽ നിന്ന് മാനന്തവാടിയിലേക്ക് പോകുന്നതാണ്. തുടർ ട്രിപ്പും മുടങ്ങി. അതെ. അപ്പം അതിന്റെ രണ്ടിന്റെയും ഫെയർ ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ പേ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇത് എൻ്റെ അടുത്തു നിന്നുള്ള അപ്പോളജി ലെറ്ററും അവർ വാങ്ങിയിട്ടുണ്ട്. ഞാനും അപ്പോളജി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ വെച്ചാണോ ഈ പ്രശ്നം പരിഹരിച്ചത്? അതെ. അപ്പം എൻ്റെ സൈഡിൽ നിന്നുള്ള കംപ്ലീറ്റ്ലി അപ്പോളജി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതുമാണ്. അതായത് ഞാൻ മാപ്പ് പറഞ്ഞ് അവരുടെ അടുത്ത് ആ ലെറ്റർ ഞാൻ ഒഫീഷ്യലി ആയിട്ടും അൺഒഫീഷ്യലി ആയിട്ടും എഴുതി കൊടുത്തതാണ്. അപ്പം എഴുതി കൊടുത്തതിൻ്റെ ശേഷം എൻ്റെ കയ്യിൽ നിന്നുള്ള എല്ലാ എവിഡൻസും അവർ തന്നെ നമ്മളെടുത്തു നിന്ന് അത് ഒഴിവാക്കിയതുമാണ്. അപ്പോൾ അതിൻ്റെ ശേഷം ഇതുപോലൊരു സൈബർ ബുള്ളിങ് അറ്റാക്കിൻ്റെ ആവശ്യം വരുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ആരെങ്കിലും ഒരു അപകടത്തിൽ പെടുന്ന സമയത്ത് അവരുടെ അടുത്ത് ഇങ്ങനെയാണോ എല്ലാവരും ട്രീറ്റ് ചെയ്യേണ്ടതെന്നുള്ളതും എനിക്കറിയില്ല. ഈ പ്രശ്നം സ്റ്റേഷനിൽ വെച്ച് തന്നെ പരിഹരിക്കുന്ന സമയത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു? എൻ്റെ ബ്രദേഴ്സാണ് ഉണ്ടായിരുന്നത്, പിന്നെ ഞാനുമാണ് ഉണ്ടായിരുന്നത്. KSRTCൻ്റെ സൈഡിൽ നിന്ന് ഡ്രൈവറും കണ്ടക്ടറും പിന്നെ അവരുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള 3 പേരുമാണ് ഉണ്ടായിരുന്നത്. ഈ പ്രശ്നം പരിഹരിച്ചിട്ട് പിന്നീട് ആണ് ഇത് പൊങ്ങി വന്നത് വീണ്ടും? അതെ.
അതായത് പ്രശ്നം ഓൾറെഡി സോൾവ് ചെയ്ത് കഴിഞ്ഞ സംഭവം ഇപ്പം ഇന്നലെയാണ് ഇത് വൈറലായിട്ടുള്ളത്. അതൊരു പ്രൈവറ്റ് ബസ്സിൻ്റെ ഒരു ഇതിലാണ് ഇത് ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ തൊട്ട് എനിക്ക് ആൾക്കാർ ഇത് അയച്ചു തരുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചിട്ട്. ഫസ്റ്റ് കണ്ട ഒരു വീഡിയോയിൽ ഇത് ബ്ലറായിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്, ഫേസ് ബ്ലറാക്കിയിട്ടാണ് ഇട്ടത്. അപ്പം പലർക്കും ഞാനാണോന്ന് ഡൗട്ടാണ് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അതിൻ്റെ ശേഷം വന്നിട്ടുള്ള എല്ലാ പേജിലും ഫേസ് റിവീൽ ചെയ്തിട്ട് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കൺസെൻറ്റ് ഇല്ലാണ്ട് ഇത്തരത്തിലൊരു വീഡിയോ പ്രചരിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ എന്നുള്ളത് അവരെന്നെ പറയേണ്ടതാണ്. ഇത് ഇങ്ങനൊരു നടന്നതിൻ്റെ ശേഷം സൈബർ അറ്റാക്കിങ്, സൈബർ ക്രൈം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതിപ്പം എന്തിൻ്റെ ബേസിലാണെന്നുണ്ടെങ്കിലും വലിയൊരു ക്രൈം തന്നെയാണ്. അപ്പം ഞാൻ ചെയ്തതിനെ ജസ്റ്റിഫൈ ചെയ്യല്ല, പക്ഷേ ഇതിൻ്റെ മേളിൽ ഇത്രയും ആൾക്കാർ എന്നെ ബുള്ളി ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് അറിയില്ല. എൻ്റെ അക്കൗണ്ട് ഇപ്പം ഓൾമോസ്റ്റ് ഒരു 20 വട്ടം എങ്ങാനും ഇത് ഞാൻ പാസ്വേഡ് അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ ആൾക്കാർ ഭയങ്കരമായിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് എന്താണ് സോഷ്യൽ മീഡിയ അക്കൗണ്ട്. അതെ, സോഷ്യൽ മീഡിയ അക്കൗണ്ട്. അപ്പോൾ ഇതിന് ഇത്രയും ആൾക്കാർ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതും എനിക്കറിയില്ല. അപ്പോൾ ഈ മുംതാസ് ബസ്സിൽ പോകുമ്പോൾ ഹെഡ്ഫോണൊക്കെ വെച്ചിട്ടാണല്ലോ പോകുന്നത്, ലുക്കൊന്നും ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ടും കുറേ കമന്റ്സ് ഒക്കെ കണ്ടിരുന്നു. ലുക്കിനെ പറ്റി പറയുന്നുണ്ട്. ഞാൻ ഒരു ആങ്കറാണ്. അപ്പോൾ ഞാൻ അന്നൊരു വർക്കിന് വേണ്ടിയിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ വർക്കിന് പോകുന്ന സമയത്ത് അതർ നോയ്സ് കേൾക്കാതിരിക്കാൻ ഞാൻ ഹെഡ്ഫോൺ യൂസ് ചെയ്ത് ഞാൻ എൻ്റെ ഒരു സാധനം കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അത് ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യേണ്ട കാര്യമാണെന്ന് എനിക്കറിയില്ല. ഏതായാലും സോഷ്യൽ മീഡിയ ബുള്ളിങ് അറ്റാക്ക് ഒക്കെ എന്താണെന്ന് അല്ലേ, അത് എത്രത്തോളം ആണെന്ന് മനസ്സിലാക്കി വരികയാണ്. അല്ല, സോഷ്യൽ മീഡിയ അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മൾക്ക് പുതിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഡെയിലി കാണുന്നതാണല്ലോ. ആരെങ്കിലും ഒരാളെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ എങ്ങനെയായാലും അവരുടെ മേലെ അറ്റാക്ക് ചെയ്യുന്നതും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം കാണുന്നതാണ്. അപ്പം എനിക്കിതൊരു പുതിയ കാര്യമാണെന്നുണ്ടെങ്കിലും ക്രിയേറ്റേഴ്സിന് ആർക്കും ഇതൊരു പുതിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാനിത് ഫേസ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഫേസ് ചെയ്യുന്നത്. ഇതുപോലൊരവസ്ഥ വേറൊരാൾക്ക് വരരുതെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ഒരാൾ തെറ്റ് ചെയ്തിട്ട് അത് ഏറ്റു പറയാന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പം ഞാൻ തെറ്റ് ചെയ്തിട്ട് അത് ഏറ്റു പറഞ്ഞിട്ടും ഇതുപോലൊരു ബാക്ക്ലാഷ് വരിക എന്ന് പറയുന്ന സമയത്ത് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെയാണ് ഈ അദൃശ്യങ്ങളിൽ മുംതാസും അങ്ങോട്ട് വീഡിയോ എടുക്കുന്നുണ്ട് ജീവനക്കാരുടെയൊക്കെ. അത് പിന്നീട് പുറത്തു വിട്ടോ? ഇല്ല, ഞാൻ വിട്ടിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ആ വീഡിയോ അവർ കംപ്ലീറ്റ്ലി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ സൈഡിൽ നിന്നുള്ള കംപ്ലീറ്റ് സാധനം ക്ലിയർ ചെയ്ത് അപ്പോളജി പറഞ്ഞ് അവരുടെ സൈഡ് ക്ലിയർ ആയിട്ടുണ്ട്. ഞാൻ അവരെയും കുറ്റം പറയല്ല, എന്നെയും ജസ്റ്റിഫൈ ചെയ്യല്ല, പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.